Welcome to Build on Ideas, Better Ways of Building Your Dream Home. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോൾ സീലിങ്ങിനെ കുറിച്ചാണ്. നമ്മുടെ വീടുകളിൽ ഇൻറ്റീരിയർ എല്ലാം ചെയ്യുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫോൾ സീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റൂം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വീടിൻ്റെ ഭംഗിയെല്ലാം കൂട്ടാനായിട്ടും അതുപോലെ നല്ല രീതിയിലുള്ള ലൈറ്റിംഗ് കൊടുക്കാനെല്ലാം നമുക്ക് ഫോൾ സീലിംഗ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഫോൾ സീലിംഗ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ ഏറ്റവും അത്യാവശ്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫോൾ സീലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ഫോൾ സീലിംഗ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് അവൈലബിൾ എന്ന് ആദ്യം നമുക്ക് നോക്കാം. ഫോൾ സീലിംഗ് ചെയ്യാനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 4 മെറ്റീരിയൽസ് ആണുള്ളത്. ഒന്ന് PVC സീലിംഗ് മെറ്റീരിയൽ, അതുപോലെ ജിപ്സം ബോർഡ് മെറ്റീരിയൽ, അതുപോലെ കാൽസ്യം സിലിക്കേറ്റ് ബോർഡ് മെറ്റീരിയൽ, അതുപോലെ സിമെൻറ്റ് ബോർഡ് മെറ്റീരിയൽ. ഈ 4 ടൈപ്പ് ഓഫ് മെറ്റീരിയൽസാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഫോൾ സീലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും ചീപ്പറായിട്ടുള്ളത് PVC സീലിംഗ് ബോർഡ് തന്നെയാണ്. PVC സീലിംഗ് ബോർഡ് വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് അത്ര സാധിക്കില്ല. അതൊരു ചീപ്പർ ഓപ്ഷനാണ്. അത് നമ്മൾ അധികം വീടുകളിൽ ഉപയോഗിക്കുന്നത് കൂടുതലും ടോയ്ലറ്റ്സിലൊക്കെ നമ്മളുടെ ഡക്റ്റിംഗ് കവർ ചെയ്യാനൊക്കെയാണ് കൂടുതലും നമ്മൾ PVC സീലിംഗ് ഉപയോഗിക്കുന്നത്. എന്നാൽ ജിപ്സം ബോർഡാണ് ഏറ്റവും കൂടുതൽ വിപണിയിൽ ഫോൾ സീലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിപ്സം ബോർഡ് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ പണിയാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ അതിനൊരു നല്ലൊരു ഫിനിഷിംഗ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റും വളരെ ചീപ്പറായിട്ട് നമുക്ക് അവൈലബിൾ ആവുന്നൊരു മെറ്റീരിയലാണ്. ഇനി ഇതല്ലാതെ നമ്മൾ വെള്ളമൊക്കെ കോണ്ടാക്റ്റ് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ജിപ്സം ബോർഡ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് ഒരു വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജിപ്സം ബോർഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റു മെറ്റീരിയൽസ്, അതായത് കാൽസ്യം സിലിക്കേറ്റ് ബോർഡ് അതുപോലെ സിമെൻറ്റ് ബോർഡ്, ഈ 2 മെറ്റീരിയലും നമുക്ക് സീലിംഗ് ചെയ്യാനും ഉപയോഗിക്കാം. എന്നാൽ അത്ര വലിയ ഒരു കോസ്റ്റ് വരുന്ന മെറ്റീരിയൽസ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് കാൽസ്യം സിലിക്കേറ്റ് ബോർഡും അതുപോലെ സിമെൻറ്റ് ബോർഡും ഉപയോഗിക്കാവുന്നതാണ്. കാൽസ്യം സിലിക്കേറ്റ് ബോർഡും സിമെൻറ്റ് ബോർഡും എല്ലാം കൂടുതലും പാർട്ടീഷൻസിനാണ് ഉപയോഗിക്കുന്നത്. സീലിങ്ങിന് ഉപയോഗിക്കേണ്ട റീസൺ കൂടുതലും വാട്ടർ പ്രൂഫായിട്ട് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടുതലും നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഡ്രസ്സിൻ്റെ സൈഡെല്ലാം കവർ ചെയ്യാനൊക്കെ നമ്മൾ കാൽസ്യം സിലിക്കേറ്റ് ബോർഡോ അല്ലെങ്കിൽ സിമെൻറ്റ് ബോർഡോ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ അകത്താണെങ്കിലും വെള്ളം വരുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാൽസ്യം സിലിക്കേറ്റ് ബോർഡോ അല്ലെങ്കിൽ സിമെൻറ്റ് ബോർഡോ ഉപയോഗിക്കാം. ഇനി ഈ പറയുന്ന മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു സീലിംഗ് ചെയ്യുമ്പോൾ ആ സീലിംഗ് 2 രീതിയിൽ ചെയ്യാം. അതായത് ഒന്ന് ഒരു സ്മൂത്ത് ഫിനിഷ് പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നൊരു ഫിനിഷ്. ഇതല്ലാതെ മറ്റൊരു ഫിനിഷിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഗ്രിഡ് സീലിംഗ്. ഗ്രിഡ് സീലിംഗ് എന്ന് പറഞ്ഞാൽ ടൈൽ രൂപത്തിൽ നമ്മൾ അതിനകത്ത് ഒരു ഫ്രെയിം ഉണ്ടാക്കി ആ ഫ്രെയിമിനകത്ത് ഇട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ ടൈൽഡ് സീലിംഗ് ചെയ്യുമ്പോൾ അതിനൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈൽസ് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്രിഡ് സീലിംഗ് എന്നാണ് അതിന് പറയുന്നത്. ഗ്രിഡായിട്ട് നമ്മൾ ടൈൽസ് അതിനകത്ത് പാകിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും റിപ്പയറോ മെയിൻ്റനൻസോ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. മെയിൻ അഡ്വാൻറ്റേജ് ഇതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അക്വസ്റ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കാൽസ്യം സിലിക്കേറ്റ് ബോർഡ്, മിനറൽ ഫൈബർ ബോർഡിൻ്റെയൊക്കെ ഷീറ്റ്സ് ടൈൽസ് അവൈലബിൾ ആണ്. ഈ ടൈൽസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അക്വസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള ഡിസൈൻസ് പോറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോൾ സീലിംഗ് ചെയ്യാൻ പറ്റും. ഇനി ഒരു വീടിനകത്ത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഫോൾ സീലിംഗ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ 3 മെയിൻ റീസൺസാണ് നമ്മൾ ഒരു റൂമിനകത്ത് ഫോൾ സീലിംഗ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് അതിൻ്റെ എസ്തെറ്റിക്സ് തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും കാണുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ എസ്തെറ്റിക് സെൻസ് തന്നെയാണ്. അതായത് നമ്മളൊരു വീടിനകത്ത് ഫോൾ സീലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ഭംഗി കൊണ്ടുവരാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ള ഡിസൈൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള എലമെൻറ്റ്സ് കൊടുക്കാനായിട്ട് നമ്മൾ ഫോൾ സീലിംഗ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ലൈറ്റിംഗ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ കോവ് ലൈറ്റിംഗ് കൊടുത്ത് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഫോൾ സീലിംഗ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതല്ലാതെ മറ്റൊരു കാര്യം വരുന്നത് AC ഡക്റ്റിങ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വയറിങ് തുടങ്ങിയിട്ടുള്ള മുകളിൽ കൂടെയൊക്കെ പോയിട്ടുള്ള എക്സ്പോസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കാണാത്ത രീതിയിൽ മറച്ചുകൊണ്ട് ചെയ്യാനായിട്ട് നമുക്ക് ഫോൾ സീലിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫോൾ സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് നമുക്ക് വരുന്നത് ഈ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് എല്ലാം നമുക്ക് സീലിങ്ങിനകത്തൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ മെയിൻ്റനൻസ് ഒക്കെ വരികയാണെങ്കിൽ എളുപ്പത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ റിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫോൾ സീലിംഗ് ചെയ്യാറുണ്ട്. ഇനി ഇതല്ലാതെ മൂന്നാമതൊരു കാര്യം വരുന്നത് അതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൾ സീലിംഗ് വളരെയധികം ഒരു റൂമിനകത്ത് ചൂട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്.
അതിൻ്റെ ഫോൾ സീലിംഗ് നമ്മളൊരു സസ്പെൻഡഡ് ആയിട്ടുള്ള ഒരു സീലിംഗ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ആക്ച്വൽ റൂഫിൽ നിന്നും ഒരടിയോളം അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്ററോളമൊക്കെ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ സീലിംഗ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരു വാക്വം സ്പേസ് ക്രിയേറ്റ് ആവുകയും അതിനകത്ത് ചൂട് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചൂട് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് അലുമിനിയം ഫോയിൽ ഇതിൻ്റെ മേലെ കൊടുക്കുകയാണെങ്കിൽ അതും നമുക്ക് ചൂട് വളരെ നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫോൾ സീലിംഗ് ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഒരു ഫോൾ സീലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളൊരു റൂമിനകത്ത് കൊടുത്തിട്ടുള്ള എയർ ഹോൾസ്, ഈ എയർ ഹോൾസ് നമ്മൾ സാധാരണ സീലിംഗ് പ്ലാൻ ചെയ്യാത്ത ഒരു റൂമിലാണെങ്കിൽ ആക്ച്വൽ റൂഫിൻ്റെ തൊട്ട് താഴെയായിരിക്കും നമ്മൾ ഈ പറയുന്ന എയർ ഹോൾ കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു എയർ ഹോൾ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഫോൾ സീലിംഗ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ എയർ ഹോൾ ആ ഫോൾ സീലിങ്ങിനകത്ത് പെടുകയും അതിനകത്ത് എന്തെങ്കിലും ജീവികൾ വരികയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എയർ ഹോൾ അടച്ചതിന് ശേഷം വേണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫോൾ സീലിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇനി ഫോൾ സീലിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു റൂം മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എയർ ഹോൾ ഫോൾ സീലിങ്ങിൻ്റെ ലെവലിന് താഴെ കൊടുക്കാനായിട്ട് സാധിക്കും. അത് ശ്രദ്ധിച്ചുകൊണ്ട് എയർ ഹോൾ അതിനനുസരിച്ച് താത്തി കൊടുക്കുക. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ അപ്പാർട്ട്മെൻറ്റ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഫോൾ സീലിംഗ് ചെയ്യുന്നതെങ്കിൽ നോർമലി അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഹൈറ്റ് വരുന്നത് അറൗണ്ട് 9 ഫീറ്റ് ആയിരിക്കും. 9 ഫീറ്റിനകത്ത് നമ്മളൊരു സീലിംഗ് ഫാൻ കൊടുക്കുമ്പോൾ ഫോൾ സീലിംഗ് കൂടെ ചേർത്ത് നമ്മൾ അത് താഴത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ കൈയൊക്കെ തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫോൾ സീലിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ സീലിംഗ് ഫാൻ അധികം താഴാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഫോൾ സീലിംഗ് കൊടുക്കുമ്പോൾ കൈ തട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ അതിൻ്റെ റോഡിൻ്റെ ലെങ്ത്തൊക്കെ കൂട്ടാനായിട്ട് പിന്നീട് നമ്മൾ ശ്രമിക്കേണ്ടി വരും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഡിസൈൻ ചെയ്യാനായിട്ട്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഇതിൻ്റെ AC ഡക്റ്റിങ്ങും അതുപോലെ ഇലക്ട്രിക്കൽ വയറിംഗ് എല്ലാം നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനകത്ത് ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മളൊരു ഫോൾ സീലിംഗ് ചെയ്യുമ്പോൾ അതിനകത്ത് കൂടെ ഒരുപാട് വയറിംഗ് എല്ലാം കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ വാൾസ് എല്ലാം കട്ട് ചെയ്ത് ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് മുൻകൂട്ടി തന്നെ നമുക്ക് ഫോൾ സീലിങ്ങിൻ്റെ ഫ്രെയിം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഇലക്ട്രിക്കൽ വയറിംഗ് എല്ലാം കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ മുൻകൂട്ടി AC ഡക്റ്റിംഗ് പ്ലാൻ ചെയ്യണം. കാരണം ഫോൾ സീലിംഗ് ഡിസൈൻ ചെയ്തതിന് ശേഷം AC ഡക്റ്റിംഗ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഫോൾ സീലിങ്ങിൻ്റെ ഡിസൈൻ നമുക്ക് മാറ്റേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഫോൾ സീലിംഗ് ചെയ്യുന്നത് ഒരിക്കലും നമ്മളുടെ റൂഫിൻ്റെ പ്ലാസ്റ്ററിങ് ഒഴിവാക്കാനുള്ള ഒരു ബദൽ സംവിധാനമല്ല. അതായത് നമ്മൾ ഒരു റൂഫ് വാർത്തതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗം പ്ലാസ്റ്റർ ചെയ്യേണ്ടതുണ്ട്, ഒരു റഫ് പ്ലാസ്റ്ററിങ്ങിലും ചെയ്യേണ്ടതുണ്ട്. കാരണം അതിനകത്ത് നിന്നും താഴോട്ട് എന്തെങ്കിലും കമ്പിയോ മറ്റോ നിൽക്കുന്നുണ്ടെങ്കിൽ അത് റസ്റ്റായി അതിൻ്റെ ഉള്ളിലേക്ക് തുരുമ്പെല്ലാം പിടിച്ച് നാശാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു ലെയർ ഓഫ് പ്ലാസ്റ്ററിങ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിന് ശേഷം വേണം ഫോൾ സീലിംഗ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഫോൾ സീലിങ്ങിൻ്റെ ഫ്രെയിം കൊടുക്കേണ്ടത്. പലരും അത് ശ്രദ്ധിക്കാതെ നമ്മൾ നേരിട്ട്, അതായത് വാർത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ പ്ലാസ്റ്ററിംഗ് ഒന്നും ചെയ്യാതെ നേരെ ഫോൾ സീലിംഗ് ചെയ്ത് പോകാറുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ പലപ്പോഴും അതിൻ്റെ ഉള്ളിൽ തുരുമ്പെടുത്ത് നാശാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ അറിയില്ല. കാരണം ഫോൾ സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം നമ്മൾ കാണുന്നില്ല. കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും റിനോവേഷൻ വർക്കിനൊക്കെ നമ്മൾ ഫോൾ സീലിംഗ് പൊളിക്കുമ്പോഴൊക്കെ ആയിരിക്കും അതിനകത്ത് ഈ തുരുമ്പ് പിടിച്ച് കാണുന്നതും, അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്കൊക്കെ വരുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് തീർച്ചയായിട്ടും പ്ലാസ്റ്ററിംഗ് ചെയ്തിരിക്കണം. ഇതുപോലെയുള്ള പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് ഫോൾ സീലിംഗ് ചെയ്യാണ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഫോൾ സീലിംഗ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് ലൈറ്റിംഗ് കൊടുക്കാനായിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഫോൾ സീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോൾ സീലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ടും ഫോൾ സീലിംഗ് ചെയ്യാം. അതല്ല കുറച്ച് ഡിസൈനൊക്കെ കൊടുത്ത് അത്യാവശ്യം കുറച്ച് കോവിലായിട്ടും ഒരു മൂഡ് ലൈറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് ആ വീടിനൊരു ആംബിയൻസ് അല്ലെങ്കിൽ ആ റൂമിനൊരു നല്ലൊരു ആംബിയൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ലൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള LED ലൈറ്റിംഗ് വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് നമുക്ക് ലൈറ്റിംഗ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് ഫോൾ സീലിംഗ് ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ നമുക്കൊരു കോസ്റ്റ് കമ്പാരിസൺ നോക്കാം. അപ്പോൾ ഈ കോസ്റ്റ് കമ്പാരിസണിൽ ഏറ്റവും ചീപ്പറായിട്ടുള്ളത് PVC സീലിംഗ് മെറ്റീരിയൽ തന്നെയാണ്. അത് കഴിഞ്ഞ് ജിപ്സം ബോർഡ്, അത് കഴിഞ്ഞ് കാൽസ്യം സിലിക്കേറ്റ് ബോർഡ്, അത് കഴിഞ്ഞ് പിന്നെ സിമെൻറ്റ് ബോർഡ്. ഇങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് റേഞ്ചസ് വരുന്നത്. ഇപ്പോൾ ഒരു 50 rupees per square feet ഇൻക്ലൂഡിങ് മെറ്റീരിയലാണ് PVC സീലിങ്ങിനെല്ലാം വരുന്നത്. 55 to 80 rupees വരെയൊക്കെ നമ്മൾ ജിപ്സം ബോർഡിന് ചാർജ് ചെയ്യാറുണ്ട്. അത് കൂടുതലും ഈ റേറ്റ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ചാനൽസ് കൊടുക്കുന്നതിൻ്റെ അകലമൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ് ആൻ ആവറേജ് ഒരു 2 അടിയെങ്കിലും നമ്മൾ ഇതിന് കൊടുത്തിരിക്കണം.
അതായത് ഓരോ ചാനൽസും തമ്മിലുള്ള ഗ്യാപ്പ് 2 അടിയെങ്കിലും മിനിമം കൊടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ അത് ഷീറ്റ്സ് എല്ലാം ബെൻഡ് ആവാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കാൽസ്യം സിലിക്കേറ്റ് ബോർഡോ അല്ലെങ്കിൽ സിമെൻറ്റ് ബോർഡോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് ചാനൽസ് കുറച്ചും കൂടെ അടുത്ത് ഒരു അടിയിലൊക്കെ നമ്മൾ ചാനൽസ് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ബലം ഉണ്ടാവും. ഈ ചാനൽസ് അടുത്ത് കൊടുത്താൽ മറ്റൊരു ഗുണം കൂടെ ഉണ്ട്. അതായത് ഈ ബോർഡുകൾ തമ്മിൽ കണക്റ്റ് ആവുന്നിടത്ത് നമ്മളൊരു സെൽഫ് അഡ്രസീവ് ടേപ്പ് ഉപയോഗിച്ചാണ് അത് സീൽ ചെയ്യുന്നതും അതിനുശേഷം പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യുന്നതും. അപ്പോൾ ഈ ചാനൽസ് അകന്നു പോയി കഴിഞ്ഞാൽ ഇതിന് ഒരു ജെർക്കിങ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ ജോയിൻസിൽ ക്രാക്ക് വീഴാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ അടുത്തടുത്ത് ചാനൽസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ഇതിനകത്ത് നമ്മൾ കമ്പാരിസണിൽ ഇപ്പോൾ ആദ്യം ഞാൻ PVC സീലിംഗ് പറഞ്ഞു, അതിനുശേഷം വരുന്നത് ജിപ്സം ബോർഡാണ്. ജിപ്സം ബോർഡ് ഒരു 55 to 80 റേഞ്ചിൽ ഞാൻ പറഞ്ഞു. ഇനി വരുന്നത് കാൽസ്യം സിലിക്കേറ്റ് ബോർഡും സിമെൻറ്റ് ബോർഡാണ്. ഇത് വരുന്നത് ഏകദേശം ഒരു 100 രൂപ, 110 രൂപ, 120 രൂപ ആ ഒരു റേഞ്ചിൽ നമുക്ക് കാൽസ്യം സിലിക്കേറ്റ് ബോർഡും സിമെൻറ്റ് ബോർഡും നമുക്ക് ചെയ്ത് കിട്ടും. ഈ പറയുന്ന എല്ലാ റേറ്റ്സും വരുന്നത് ഇൻക്ലൂഡിങ് മെറ്റീരിയൽ, ലേബർ എല്ലാം കൂടെ ഫിക്സ് ചെയ്ത് ഫിനിഷ് ചെയ്ത് തരുന്ന ഒരു റേഞ്ചാണ്. ഇതിന് പെയിൻറ്റിങ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. ഈ പറയുന്ന റേറ്റ്സിൽ പെയിൻറ്റിങ് ഉൾപ്പെടാതെയാണ് ഈ പറയുന്ന റേറ്റ്സ്. പെയിൻറ്റിങ് നമ്മൾ സെപ്പറേറ്റ്, പുട്ടിയും പെയിൻറ്റിങ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് അതിൻ്റെ ആക്ച്വൽ ഫിനിഷിങ്ങിലേക്ക് വരുന്നത്. ഇനി ഇതല്ലാതെ നമുക്ക് പല കോമ്പിനേഷൻസിലും നമുക്ക് ഈ പറയുന്ന ഫോൾ സീലിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ജിപ്സം ബോർഡ് ഉപയോഗിച്ചും കാൽസ്യം സിലിക്കേറ്റ് ബോർഡ് ഉപയോഗിച്ചും സിമെൻറ്റ് ബോർഡ് ഉപയോഗിച്ചും അല്ലെങ്കിൽ PVC ബോർഡ് ഉപയോഗിച്ചും നമ്മൾ സീലിംഗ് ചെയ്യുന്നു. ഇതിനകത്ത് എന്തെങ്കിലും ഡിസൈൻ എലമെൻറ്റ് കൊണ്ടുവരാനായിട്ട് നമുക്ക് കുറച്ച് ഏരിയയിലൊക്കെ വേണമെങ്കിൽ ഗ്ലാസ് ഉപയോഗിക്കും, MDF ഉപയോഗിക്കും, മൾട്ടിവുഡ് ഉപയോഗിക്കും, തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ മെറ്റൽ ഉപയോഗിക്കും. മെറ്റലായിട്ടുള്ള CNC കട്ടിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ഡിസൈൻസൊക്കെ ഇതിനകത്ത് ചെയ്യാം. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ MDFോ അല്ലെങ്കിൽ മൾട്ടിവുഡോ അല്ലെങ്കിൽ ഗ്ലാസ്സൊക്കെ ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലായിരിക്കും. ഒരു 500 rupees per square feet എങ്കിലും മിനിമം നമ്മളൊരു MDFോ മൾട്ടിവുഡോ ഒക്കെ ഇട്ടിട്ട് ഫുള്ളായിട്ട് ഫോൾ സീലിംഗ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വരും. അപ്പോൾ ഒരു 100 രൂപയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ 500 രൂപയ്ക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് കോസ്റ്റിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ ചീപ്പറായിട്ടുള്ള മെറ്റീരിയലും അതുപോലെ ലൈറ്ററായിട്ടുള്ള മെറ്റീരിയലും നമ്മൾ ഫോൾ സീലിംഗ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഹാപ്പി ലിവിങ്.